إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صل وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നംൽ 56-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത അതിക്രമം അവർ ക്രമം വിട്ട് പ്രവർത്തിച്ചു അങ്ങേറ്റത്തെ അതിക്രമികളുമായി മാറി. അവസാനം നോക്കൂ നിങ്ങൾ, ലൂത്ത് നബി അവർ ഒരിക്കലും ലൂത്ത് നബിയുടെ ആ സദുപദേശങ്ങൾ അവർ ചെവിക്കൊള്ളുന്നില്ല. അതാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനതയുടെ ആ ഉത്തരം ആയിരുന്നില്ല, ആ മറുപടി ആയിരുന്നില്ല. അവർ പറയുക എന്നതല്ലാതെ എന്താണ് അവർ പറഞ്ഞത്? അഖ്റുജൂ, നിങ്ങൾ പുറത്താക്കുവീൻ, ലൂത്തിന്റെ ആൾക്കാരെ നിങ്ങൾ പുറത്താക്കുവീൻ, മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും. അവരുടെ പ്രമുഖർ പറഞ്ഞിരിക്കാനാണ് സാധ്യത. മറ്റു സാധാരണ ജനങ്ങളോട് അനുയായികളോട് അവർ പറഞ്ഞിരിക്കാനാണ് സാധ്യത. നോക്കൂ നിങ്ങളത് ഖുർആൻ വിശദീകരിക്കുന്നില്ല. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, അഖ്റുജൂ ആല ലൂത്തിൻ മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും ലൂത്തിന്റെ ആൾക്കാരെ നബി അലൈഹിസ്സലാമിനെ പിടിച്ചു പുറത്താക്കും. ഒരിക്കലും ഞങ്ങൾക്ക് ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സതുപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യപാതയിലേക്ക് കടന്നു വരാൻ അവർ ഒരിക്കലും തയ്യാറാകുന്നില്ല. ആ സത്യത്തെ അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിലാണ് അവരുടെ പെരുമാറ്റം. നോക്കൂ നിങ്ങൾ, ശുദ്ധമായ കുഫറും ശിർക്കും അതിനു പുറമെ വിചാരവും നോക്കൂ, അങ്ങേയറ്റം വഷളത്തരമായ വിചാരമാണ്. ലോകത്ത് മുൻമാതൃകയില്ലാത്ത രൂപത്തിലുള്ള വിചാരമാണ് അവർ നടത്തിയതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം ആ കാലഘട്ടത്തിന് മുമ്പ് ലോകത്താരും തന്നെ ചെയ്തിട്ടില്ലാത്ത ദുഷ്പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നഹും, എന്നിട്ട് ആ ജനങ്ങൾ പറയുകയാണ്, ഇന്നഹും, നിശ്ചയമായും അവർ ആ ലൂത്ത് നബി അലൈഹിസ്സലാമും കൂട്ടരും സത്യവിശ്വാസികളും ആ നിർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇന്നഹും, നിശ്ചയമായും അവർ ഒരുതരം ജനങ്ങളാണ്, പരിശുദ്ധിയോടുകൂടി നടക്കുന്ന, ശുദ്ധി പാലിക്കുന്ന ജനങ്ങളാണ്. നോക്കൂ നിങ്ങൾ, അവർ സ്വയം ശുദ്ധിയില്ലാത്തവരും നീചരും അതുപോലെ നികൃഷ്ടരുമാണെന്ന് സ്വയം അവർക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് നോക്കൂ, പരിഹാസ്യമായ രൂപത്തിൽ അവർ പറയുകയാണ്, നോക്കൂ, വലിയ ശുദ്ധിയുള്ളവർ, കുറെ ശുദ്ധിക്കാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജനങ്ങളെയും ഇവർ പരിഹസിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര നീചമായ കാര്യമാണ് നടക്കുന്നത്. ഇന്നും ഈ പരിഷ്കൃത ലോകത്തും ഇത് അങ്ങേയറ്റം നികൃഷ്ടമായി വൃത്തികെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.